ഇന്ന് 25/4/2026 ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സുന്ദര ദിനം. നമ്മുടെ പ്രിയപ്പെട്ട ജിനുവിൻ്റെ വിവാഹമാണ്. തലേ ദിവസത്തിന് ഞങ്ങൾ എത്തിയിട്ടോ ചെറിയൊരു സ്നേഹസമ്മാനം കൊടുത്തു. എൻ്റെ കൂടെ സംഘുണ്ട്, സുധീർക്കുണ്ട്, നുസൈബുണ്ട്, ഷൗക്കത്തും ഫാമിലി ഉണ്ട്, പിന്നെ നമ്മുടെ ബുഷ്റാത്തി ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി കല്യാണം കഴിഞ്ഞ് കുറേ ഫോട്ടോ എടുത്ത് ഞങ്ങൾ മടങ്ങി. ഇവിടെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ കാത്തിരുന്നു. സംഘുവിനാണെങ്കിൽ നല്ല ധൃതിയുണ്ട്, പെട്ടെന്ന് തിരിച്ചു പോകും വേണം. എന്താണെങ്കിലും കുട്ടികൾ ഡാൻസ് പൊളിച്ചു കേട്ടോ. കല്യാണ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ എത്തി. കല്യാണം നടക്കുന്നത് മക്കരപ്പറമ്പിലാണ്, സമൂഹ ഓഡിറ്റോറിയം. ഓഡിറ്റോറിയത്തിനകത്തെത്തി. സുധീർ ഖാൻ്റെ വൈഫും മക്കളും, നമ്മുടെ സെലീന, പുഷ്പ, റസിയാത്തി മോളും, സ്നേഹവീട്ടിലെ ഒട്ടുമിക്ക ആളുകളുണ്ട്. പിന്നെ നമ്മുടെ അനിൽ അരിക്കുളം, രാധിക, സഫ്വാൻ, എല്ലാവരും വീണ്ടും നേരിട്ട് കാണാൻ പറ്റിയിട്ടോ. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജിനുമോള് നല്ല ഹാപ്പിയാണ്. ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ നമുക്ക് പറയില്ലേ, അതേപോലെയാണ് ജിനുമോക്ക് നല്ല ചേർച്ചയുള്ള ഭർത്താവിനെ കിട്ടി. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുകയാണ്. ഡോക്ടർ ഹുസ്ന ഉണ്ട് കേട്ടോ. സുനിത മൂത്തേട്ടാണ് ഈ വരുന്നത്. പിന്നെ നമ്മുടെ സുഹറ ഉണ്ട്. സരസ്വതി വന്നിട്ടുണ്ട്, സരസ്വതി മോളും. ഇതാണ് അനിൽ അരിക്കുളം, ചിരി കണ്ടില്ലേ. ഇത് പുഷ്പ, വണ്ടൂര്. പിന്നെ നമ്മുടെ അസ്ഫറുനീസി മക്കളും ഉണ്ട്. സഫാനൊക്കെ ഫുൾ വൈബിലാണ്. ഇവരൊക്കെ സ്നേഹവീട്ടിലെ മെമ്പേഴ്സാണ് കേട്ടോ. ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സ്നേഹവീട്ടിലെ മുനീർലാലിനെയാണ്. എന്താണെങ്കിലും ഇപ്പോൾ എത്തും. അതുപോലെ ബാവ, ഉമ്മ, ഉപ്പ അവരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മുനീർലാൽ എത്തിയിട്ടോ. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. നീണ്ട 11 വർഷമായിട്ടുള്ള സൗഹൃദമാണ് മുനീർലാലായിട്ട്. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇതാണ് നമ്മുടെ സ്നേഹനിധിയായ ബാവ. ബാവയും ബാവയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ വന്നു. നമ്മുടെ കല്യാണം ഒന്നും കൂടെ കളറായിട്ടോ. അങ്ങനെ ഇവിടുത്തെ കല്യാണം ഏകദേശം കഴിഞ്ഞു. നമ്മുടെ ജിനുമോള് യാത്രയാവുകയാണ്. എല്ലാവരും ദുഃഖത്തിലാണ്. ഒരുപാട് കാലം സ്വന്തം വീട്ടിൽ ജീവിച്ച് പിന്നെ വേറൊരു വീട്ടിലേക്ക് പോകുമല്ലേ. എല്ലാവരും മുഖത്തും യാത്ര പറയുമ്പോൾ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ജിനുമോക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളൊക്കെ നേരെയാണ്.